കാപ്പ കേസിൽ ജയിലിലുള്ള തിരുവനന്തപുരം ബി.ജെ.പി കൗൺസിലർ ആർ സുഗതന്റെ കൗൺസിലർ സ്ഥാനം പ്രതിസന്ധിയിൽ. ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ സുഗതൻ അയോഗ്യനാക്കപ്പെട്ടേക്കും. എന്നാൽ പ്രത്യേക അവധി അപേക്ഷ കൗൺസിൽ പാസാക്കി സുഗതനെ സംരക്ഷിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. അപർണ കേസുണ്ട്. വിവരങ്ങളുമായി അപർണ. എന്തായാലും ഇന്നത്തെ കൗൺസിൽ യോഗം സുഗതനെ സംബന്ധിച്ച ഏറെ നിർണായകമാണ്. ഇന്ന് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അയോഗ്യനാക്കുക എന്നതാണ് ഉണ്ടാകാനുള്ള സാധ്യത. എന്നാൽ ബി.ജെ.പി എന്ത് നീക്കത്തിലേക്കായിരിക്കും കടക്കുക? സൂചിപ്പിച്ചതുപോലെ സുഗതനെ മാത്രമല്ല ബി.ജെ.പി ഇന്നത്തെ യോഗം വളരെയേറെ നിർണായകമാകും. തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ സുഗതന് ഇത്തരത്തിൽ കൗൺസിലർ പദവി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അതിൽ ബി.ജെ.പിക്ക് ഒരു അനുകൂലമായ ഒരു നിലപാടായിരുന്നു. അതായത് കാപ്പ കേസിൽ ജയിലിലുള്ള സുഗതന് ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ യോഗത്തിൽ ആ ഒരു പരിഗണന ഉണ്ടാവില്ല. കാരണം തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇത്തരത്തിൽ അയോഗ്യനാകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമത്തിന്റെ 91 വകുപ്പ് പ്രകാരമാണ് ഇത്തരത്തിൽ അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അയോഗ്യനാകുന്ന ഒരു വകുപ്പുള്ളത്. അതേസമയം കൗൺസിലിന് അവധി അപേക്ഷിക്കാം, അത് അംഗീകരിക്കാം. എന്നാൽ ഇത്തരത്തിൽ അംഗീകരിച്ചാൽ ഈ അവധി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി ആരെങ്കിലും ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. കമ്മീഷന് ഇത്തരത്തിൽ ചോദ്യം ഉന്നയിക്കാനുള്ള ഒരു അവസരമുണ്ട്. എന്തുകൊണ്ട് അവധി നൽകി എന്നുള്ളത്. ഈ സുഗതനെ സംബന്ധിച്ചിടത്തോളം കാപ്പ കേസുമായി ബന്ധപ്പെട്ടാണ് സുഗതൻ ഇപ്പോൾ നിലവിൽ ജയിലിൽ ഉള്ളത്. അപ്പോൾ അത് എത്രമാത്രം ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യത്തിൽ ആശങ്കയുണ്ട്. എന്തായാലും ഇന്നത്തെ കൗൺസിൽ യോഗം വളരെയേറെ നിർണായകമാകും. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലടക്കം സുഗതൻ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ കയ്യേറ്റങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും കൗൺസിൽ യോഗം ചേരുകയാണ്. ഉച്ചയ്ക്ക് 2:30 കൗൺസിൽ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നും ഇതേ അവസ്ഥയിലേക്ക് തന്നെ നീങ്ങാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി തന്നെ എതിർക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. സുഗതൻ കഴിഞ്ഞ ദിവസമാണ് മേയർക്ക് കത്ത് നൽകിയത്. തനിക്ക് 6 മാസത്തെ അവധി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. താൻ ജയിലിലാണ്, അതുകൊണ്ട് തന്നെ അവധി തനിക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ യോഗത്തിൽ അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകണം. അതിൽ പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം കാപ്പ കേസ് പ്രതി സുഗതനെ നേരത്തെ തന്നെ ഇത്തരത്തിൽ കൗൺസിലർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. സമരങ്ങൾ വരെ നടന്നിരുന്നു. എന്തായാലും ഇന്നത്തെ യോഗം വളരെയേറെ നിർണായകമാകും. കാർത്തു. അപർണ, അതുപോലെ തന്നെ ഇപ്പോൾ ബി.ജെ.പി സുഗതന്റെ അവധി അപേക്ഷ പാസ്സാക്കുകയാണെങ്കിൽ അത് ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ആയിരിക്കില്ലേ പ്രതിപക്ഷം അതിനെ തടയാൻ ശ്രമിക്കുക? തീർച്ചയായും പ്രതിപക്ഷം വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കും. ഇതിനെ ചട്ടവിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എതിർക്കാനായിരിക്കും ഇത്തരത്തിൽ മുന്നോട്ട് പോവുക. എന്നാൽ ഇത്തരത്തിൽ കൗൺസിലർമാർക്ക് അവധി നൽകാനുള്ള ഒരു വകുപ്പ് ഇത്തരത്തിൽ ഉണ്ട്. എന്നാൽ അത് ഈ കാപ്പ കേസ് പ്രതിയായ സുഗതൻ എത്രത്തോളം നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതൊക്കെ തന്നെ ഈ കാപ്പ കേസ് പ്രതിയായ സുഗതൻ ഒരിക്കലും ഇത്തരത്തിൽ അവധി നൽകാൻ പാടില്ല എന്ന ഒരു നിലപാടിലേക്ക് പ്രതിപക്ഷം കടക്കുകയായിരിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഈ അവധി ഈ സഭയിൽ സാധ്യമാക്കിയെടുക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള പരാതിയിലേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ പരാതി പിന്നീട് പരിഗണിക്കുക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവധി നൽകിയത് എന്നുള്ളത്. അതൊക്കെ തന്നെ ബി.ജെ.പിക്ക് പ്രതികൂലമായി വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം കാപ്പ കേസ് പ്രതി ആണ് സുഗതൻ. സുഗതന്റെ പേരിൽ നിരവധി ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഉണ്ട്. എന്തായാലും ഇന്നത്തെ യോഗം വളരെയേറെ നിർണായകമാകും. യോഗത്തിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ഉന്നയിക്കാൻ ഒക്കെ തന്നെ സാധ്യത വളരെയേറെ ഉണ്ട്. കാർത്തു. ശരി, വ്യക്തമാണ്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്.
അധ്യാപികമാർ പ്രതികളായ വടകര MDMA കേസിൽ അന്വേഷണം സംസ്ഥാനത്തിന്റെ പുറത്തേക്ക്. ലഹരിയെത്തിച്ചു നൽകിയത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഷിൻഡു ഷിബു ആണെന്ന് കണ്ടെത്തൽ. പ്രധാന സൂത്രധാരൻ ഇയാളാണെന്നാണ് വിവരം. അധ്യാപികമാർ പിടിയിലായതോടെ